ദൈവത്തിൻ്റെ സ്വന്തം നാട് നിലനിർത്തുന്നത് ഇടതുപക്ഷമുള്ളതുകൊണ്ടാണ്. പിണറായി നെഞ്ചു കൊടുത്ത് ജനാധിപത്യം സംരക്ഷിക്കാൻ നിൽക്കുന്നു. അത് വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് സഫലമാവും. അതുകൊണ്ട് മൂന്നാം സർക്കാർ വരും. പ്രചരണത്തിന് ഇറക്കുമ്പോൾ ജനങ്ങളുടെയൊക്കെ സ്വീകാര്യത എത്രത്തോളം ഉള്ളതാണ്? പിന്നെ മാത്രമല്ല, ഒരു മൂന്നാം പിണറായി സർക്കാർ അത് ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, അമ്മമാർ നിങ്ങൾ സ്വീകരണ കേന്ദ്രത്തെ കണ്ടു കാണുമല്ലോ. 75, 80, 82 ഇങ്ങനെയൊക്കെയുള്ള പ്രായത്തിൽപ്പെട്ടാൽ ഈ സ്വീകരണ കേന്ദ്രത്തിൽ എത്താൻ കഴിയാത്തതുകൊണ്ട് വാഹനം കടന്നു പോകുന്ന പാതയോരത്ത് ഒരു പൂവായിട്ടിരിക്കുകയാണ്. നമ്മൾ ചെല്ലുമ്പോൾ അത് ഏറ്റുവാങ്ങുന്നത് മാത്രമല്ല, ഇന്നലെ ഞാനൊരു കേന്ദ്രത്തിൽ പോയപ്പോൾ ഒരു 20 രൂപ ഒരമ്മ സ്വീകരിച്ചിട്ട് കയ്യിൽ തന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, അഞ്ചാലം മൂടിൽ മുഖ്യമന്ത്രി വരുന്നു. മുമ്പ് UDF ഇരിക്കുമ്പോൾ 600 പെൻഷൻ, 17 മാസം കുടിശ്ശികയാണ്. ഇപ്പോൾ 2000 ആക്കി. ഒരു മാസത്തെ അഡ്വാൻസായി തന്നു. വിഷു ആഘോഷിക്കണം, ഈസ്റ്റർ ആഘോഷിക്കണം. ആ മുഖ്യമന്ത്രിയെ കാണണമെന്നുണ്ട്. ആരോഗ്യം അനുവദിക്കുന്നില്ല, വാർദ്ധക്യം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു മാല വാങ്ങി ഇട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ തന്നു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെങ്ങനെ ചിന്തിക്കുന്നു? ഇനി വേറെ വല്ലതും നിഘണ്ടു നോക്കണോ? എല്ലാ മനുഷ്യരും ഒപ്പമുണ്ട്. മനസ്സിലായില്ലേ? സമാധാനപരമായി ജീവിക്കണ്ടേ? ഇവിടെ ഒരു പള്ളി 10 വർഷത്തിനിടയിൽ ആരെങ്കിലും പള്ളി തുറച്ചു നോക്കിയിട്ടുണ്ടോ? ഒരമ്പലം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പൂജാരിക്ക് പരിക്കേൽക്കാത്ത നാടല്ലേ ഇവിടെ. അമ്പലത്തെ അല്ലെങ്കിൽ പിന്നെ പള്ളിയിൽ നല്ല പ്രശ്നമുണ്ടോ? ആ നാട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട്. ദൈവത്തിൻ്റെ സ്വന്തം നാട് നിലനിർത്തുന്നത് ഇടതുപക്ഷമുള്ളതുകൊണ്ടാണ്. പിണറായി നെഞ്ചു കൊടുത്ത് ജനാധിപത്യം സംരക്ഷിക്കാൻ നിൽക്കുന്നു. അത് വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് സഫലമാവും. അതുകൊണ്ട് മൂന്നാം സർക്കാർ വരും.